ബംഗാളിൽ പോളിംഗ് ബൂത്തുകൾ ചൂടുപിടിക്കുമ്പോൾ വിദ്വേഷ പ്രസംഗങ്ങളും വർഗീയ ധ്രുവീകരണങ്ങളും പുതിയ തലങ്ങളിലേക്കാണ് അവിടെ നിന്ന് ഉയരുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ബംഗാൾ തിരഞ്ഞെടുപ്പ് വേദിയിൽ ഇന്നലെ നടത്തിയ പരാമർശങ്ങൾ കേവലം ഒരു പ്രസ്താവനയായിരുന്നില്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൂക്കിനടിയിൽ നിന്ന് നടക്കുന്ന ഈ പരസ്യമായ നിയമലംഘനത്തിന് നേരെ കമ്മീഷൻ കണ്ണടക്കുകയാണ്. ബംഗാളിലെ തിരഞ്ഞെടുപ്പ് വേദിയിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: യുപിയിൽ റോഡരികിൽ നിസ്കരിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കാറില്ല. പള്ളികളിൽ നിന്ന് ബാങ്ക് വിളികളും ഉയരാറില്ല. വികസനത്തെക്കുറിച്ചോ ജോലികളെക്കുറിച്ചോ സംസാരിക്കേണ്ട വേദിയിൽ മതാചാരങ്ങളെ വലിച്ചിടുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സ്ഥിര പല്ലവിയായി മാറിയിരിക്കുന്നു. യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. മുൻപ് BJP നേതാക്കളായ ഹേമന്ത് ബിശ്വ ശർമ്മയും ബംഗാളിലെ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ബീഫ് പരാമർശങ്ങളും അമിത്ഷാ മുമ്പ് നടത്തിയ ചിതൽ പ്രയോഗങ്ങളും ഒരേ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ടും ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുലർത്തിപ്പോരുന്ന മൗനം ഇവിടെയും ആവർത്തിക്കപ്പെടുകയാണ്. ഒരു വശത്ത് തൃണമൂൽ കോൺഗ്രസിനെതിരെ നടപടിയെടുക്കാൻ കാണിക്കുന്ന തിടുക്കം ഭരണപക്ഷ നേതാക്കളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് കമ്മീഷൻ കാണിക്കുന്നില്ല? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ ഒരു കളിപ്പാവയായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. 1951 ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് ശിക്ഷാർഹമായ കാര്യമാണ്. എന്നാൽ പെരുമാറ്റച്ചട്ടം ലംഘിക്കപ്പെട്ടിട്ടും ഒരു നോട്ടീസ് പോലും അയക്കാൻ കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഭീതിയുടെ രാഷ്ട്രീയം പയറ്റി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാണ് BJP ഈ നാടുകളിലെല്ലാം ശ്രമിച്ചു പോരുന്നത്. ഇതിനെതിരെ തൃണമൂൽ കോൺഗ്രസും ഇടതു കോൺഗ്രസ് സഖ്യവും പരാതിയുമായി കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് എങ്കിലും നീതിപൂർവമായ ഒരു ഇടപെടൽ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. കേന്ദ്ര ഏജൻസികളെയും കമ്മീഷനെയും ഭയപ്പെടുത്തി വരുതിയിലാക്കുന്ന കേന്ദ്ര നയത്തിന്റെ ഭാഗമാണിത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. വിദ്വേഷ പ്രസംഗങ്ങൾക്കിടയിലും മമതാ ബാനർജിയുടെ ക്ഷേമ പദ്ധതികളും ബംഗാളിന്റെ മക്കൾ എന്ന വൈകാരിക കാർഡും ഒരു വശത്ത് നിൽക്കുമ്പോൾ, മറുവശത്തെ ഹിന്ദുത്വ കാർഡും വികസന വാഗ്ദാനങ്ങളുമായി BJPയും മൂന്നാം ശക്തിയായി ഉയർന്നു വരാൻ ശ്രമിക്കുന്ന ഇടതു കോൺഗ്രസ് സഖ്യവും കൂടിയാകുമ്പോൾ പോരാട്ടം കൂടുതൽ കനക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.